വൈറ്റ് കളർ റാക്ക് വരുന്നത്. നമുക്കിത് മൂവബിൾ സാധനമാണ്. ഇത് ഫിറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇത് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ഉണ്ട് കേട്ടോ. അവിടെ വൈറ്റ്, ബ്ലാക്ക്, റെഡ്, പിങ്ക്, അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അതും എൻ്റെ കണ്ണു പോയത് വൈറ്റിലേക്കാണ്. വൈറ്റ് ആകുമ്പോൾ കുറച്ച് കച്ചറാണ് കേട്ടോ. പിന്നെ ബ്ലാക്ക് ആകുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല. വൈറ്റും ബ്ലാക്ക് രണ്ടും രസമുണ്ട്. പക്ഷെ എന്നാലും വൈറ്റാണ് കുറച്ചും കൂടി എടുക്കും തോന്നും. അപ്പോൾ അതെടുത്തത്. ഇത് നമുക്ക് റൂമിലേക്ക് വേണമെങ്കിൽ യൂസ് ആക്കാം. ഇങ്ങനെ എല്ലാ കിച്ചണിലേക്കാണെങ്കിൽ കിച്ചണിലേക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ കിച്ചണിലേക്കാണ് ഇത് യൂസ് ആക്കാൻ വിചാരിക്കുന്നത്. ഈ നമ്മളെ വെജിറ്റബിൾസ്, അതുപോലെ ബ്രെഡ് കാര്യം, അങ്ങനത്തെ സാധനം നമുക്ക് വെക്കാൻ പറ്റിയ സാധനം. ഇത് മൂവബിളാണ്. ഞാനിത് ഫിറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മൾ ആ സ്റ്റോറേജ് ബോക്സിയുടെ ഫിറ്റാക്കിയിരിക്കുന്നത്. ഇത് കുറച്ച് ഫിറ്റാക്കാൻ പണി പെട്ടും. അതൊരു അരമണിക്കൂർ കൊണ്ട് ഫിറ്റാക്കിയിട്ട് സംഭവം എളുപ്പമാണ്. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഫിറ്റാക്കുമ്പോൾ കുറച്ചൊരു പണിയുണ്ടാവും. അതിൻ്റെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കിയിട്ട് ഫിറ്റാക്കി. ഇതിങ്ങനെ മൂവബിൾ സാധനമാണ്. നല്ല സ്ട്രോങ് സാധനം കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഐക്കിൽ എന്ത് വാങ്ങുന്നുണ്ടെങ്കിൽ എല്ലാം നല്ല സാധനം, നല്ല ക്വാളിറ്റി സാധനം ഐക്കിൻ്റെ. ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്. 2300 അങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ റേറ്റ് ചെയ്തത്. ഇത് നമ്മൾ വാർഡ്രോബ് സെറ്റാക്കാൻ പറ്റിയ സാധനം കേട്ടോ. നല്ല വലുതാണ് ഇത്. ഒരുപാട് സാധനം വെക്കാൻ പറ്റും. ഇത് നല്ല വലുതാ. നല്ലതാണ്. പക്ഷെ നല്ല സ്ട്രോങ്ങും തന്നെ കേട്ടോ. ഇത് എൻ്റെത് കുറച്ച് ചെറുതാണ്. കമ്പാർട്ട്മെൻറ്റ്സ് കുറച്ച് ചെറുതുണ്ട്. നമ്മൾ ഷാലേ കാര്യം നമുക്ക് ചെറിയ ചെറിയ സാധനമൊക്കെ വെക്കാൻ പറ്റും. പക്ഷെ എനിക്ക് എൻ്റെ കബോർഡിൽ ഈ ഒരു സ്പേസ് ബാക്കിയുള്ളൂ കേട്ടോ. ഹാങ്ങിങ് ഏരിയ കഴിഞ്ഞിട്ടുള്ള കുറച്ച് സ്പേസ് എനിക്ക് ഇത്ര ബാക്കിയുള്ളൂ. അപ്പം അതിന് പറ്റിയ ഒന്ന് വാങ്ങി. മറ്റേത് നല്ല വിഡ്ത്തും നല്ല നീളവും ഉണ്ട്. മറ്റേത് ഇത് സൈസ് ഉണ്ട്. അടുത്തത് സഫാൻക്ക് ഒരു ബിഗ്ഗസ്റ്റ് ടാസ്കിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഞങ്ങൾ TV ബെഞ്ച് ഫിറ്റാക്കുന്നതിലാണ്. ഈ ഐക്കിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, അവർ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. പക്ഷേ അവർക്ക് ഫ്രീ ഇൻസ്റ്റാളേഷൻ മാത്രമില്ല കേട്ടോ. അത് നമ്മൾ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ അവർ ചെയ്തുതരും, പക്ഷെ ചാർജ് ഉണ്ട്. എത്ര ഇൻസ്റ്റാൾ ചെയ്യാൻ 3000 അങ്ങനെ എന്തോ എബോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരാൾ ഇവിടെ കഷ്ടപ്പെട്ട് ഫിറ്റാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതാ ഫിറ്റാക്കണ്ട, വേറെ ആരെങ്കിലും വിളിച്ച് ഫിറ്റാക്കാം. പക്ഷെ പറഞ്ഞില്ല, ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എത്ര മണിക്കൂർ കൊണ്ട് ഫിറ്റാക്കുന്ന ഒരു ഐഡിയ ഇല്ല. ഇത് കഴിഞ്ഞിട്ട് ഇതാ അതേപോലെ വേറൊരു സെക്കൻഡ് ബോക്സ്. അത് 2 വലിയ ബോക്സ് ഉണ്ട്. ആദ്യത്തെ റാക്കിത്, പിന്നെ രണ്ടാമത് നെക്സ്റ്റ്. ഇത് മാനുവൽ കണ്ടാൽ തന്നെ പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. ഇതൊക്കെ ഫസ്റ്റിൻ്റെ ഉണ്ട്. ഇതിൻ്റെ സെക്കൻഡ് മാനുവൽ മറ്റേ ബോക്സിലുണ്ട്. ഇതാണ് സംഭവം. ഇതാണ് ഫിറ്റാക്കിയേക്കേണ്ടത്. ആദ്യം ഈ ഒരു ഏരിയ, പിന്നെ ഇത് എന്തുമാണ് ഫിറ്റാക്കേണ്ടത്. നമുക്ക് കണ്ടറിയാം എവിടം വരെ ഇതെത്തുമെന്ന്. അഫാങ്ക ഇന്ന് പഠിച്ചു കഴിയോ? ഓൾറെഡി സമയം ഇപ്പം അങ്ങെത്തി. ഒരാളിവിടെ പഠിക്കാനിരിക്കുന്നത് ഇത്ര. ഇതിനപ്പം ഇത് ഫിറ്റായി തുടങ്ങുമെന്ന് തന്നെ അറിയില്ല. അങ്ങനെ ഇതാ ഇവിടെ ഒരാൾ പകുതി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് മിക്കവാറും 3-4 മണിക്കൂർ എടുക്കുന്നു. ഇതിനിപ്പോൾ 1.5 മണിക്കൂറായി. പകുതിയിലാക്കി വെച്ചിട്ടുണ്ട്. നല്ല പണിയുണ്ട് കേട്ടോ. ഇത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നല്ല പണിയുണ്ട്. ഒരുപാട് സാധനത്തിൽ എന്താ പറയുക, അതിൻ്റെ ഈ സ്ക്രൂവും കാര്യവും എല്ലാം A to Z ഇതിലൊക്കെ നോക്കി വെക്കതാ. കുറേ പണിയുണ്ട്. നല്ല സമയം എടുക്കും ഇതൊന്ന് ഫിക്സ് ആക്കി എടുക്കണമെങ്കിൽ. അങ്ങനെ ലാസ്റ്റ് ഒരു ഡ്രോയറും കൂടി ആയിട്ട് ഇതുപോലെ ഞങ്ങൾ ഫിറ്റ് ആയി കഴിഞ്ഞിരിക്കണു. ലാസ്റ്റ് ഇത് ഫിറ്റ് ആക്കി എടുത്ത് അഫാങ്ക എത്ര മണിക്കൂർ എടുത്ത് അഫാങ്ക ഇത് ഫിറ്റ് ആക്കാൻ? നല്ല സമയം എടുത്ത് 4-5 മണിക്കൂർ എന്തായാലും എടുത്തിട്ടുണ്ടോ. അതിലുള്ള പോലെ പിന്നെ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ പോയി, അത് ആവില്ല. എന്താ ഹെൽപ്പാക്കുന്ന ആളിതാണ് ഇവിടെ. ഹെൽപ്പാക്കിയെന്ന് ആപ്പാന
ഇതല്ല നമ്മൾ ഫസ്റ്റ് കണ്ടത് ഐക്യ ഇപ്പൊ ആദ്യം ഐക്യ ബ്ലോഗിൽ ഞങ്ങൾ ഫസ്റ്റ് കണ്ട് TV ബെഞ്ച് ഇതായിരുന്നു. അന്നേരം ഇഷ്ടമായി. പിന്നെ രണ്ടാമത് പോയപ്പോൾ ഇതന്നെ എടുക്കാതെ കൺഫേം ആക്കി. ഇതാണ് ഞങ്ങൾ സ്റ്റാൻഡിങ് മിറർ. ഇതാ ആരുടെ ഹലോ ആക്കുന്നു. ഇതപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്താലൊക്കെ നല്ല വൃത്തിക്ക് ഫോട്ടോസൊക്കെ ഫുൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലത്. ഞാനിവിടെ ലിവിങ് റൂമിൽ കോർണറിലായിട്ട് സെറ്റ് ആക്കാനാണ് പ്ലാൻ ഉള്ളത്. പിന്നെ ഞങ്ങൾ വാങ്ങിയത് കിച്ചണിലേക്കുള്ളൊരു വേസ്റ്റ് ബിന്നാണ് ഇത്. പിന്നെ ഉള്ളത് രണ്ടൊരു സ്റ്റോറേജ് ബോക്സ് വാങ്ങിന്, ലോണ്ട്രി ലിക്വിഡും കാര്യമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കബോർഡിലേക്ക് വാങ്ങിയത്. പിന്നെ ഇത് പ്ലേറ്റിൻ്റെ റാക്ക് വാങ്ങിയത്, ബ്ലാക്ക് കളറ് റാക്കും അതിൻ്റെ കൂടെ സ്പൂണൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തൂക്കം. ഇതെല്ലാം ഇത് ഹാങ്ങിങ് ആട്ടോ, ഞാൻ കാണിച്ചുതരാം. ഇത് ജസ്റ്റ് ഇതിൽ ഹാങ് ആക്കി കൊടുക്കലാണ്. ഇത് ഫിറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നുള്ളത് ഇതും ആ റോപ്പിൽ ഹാങ് ചെയ്താം. ഇതൊക്കെ ഇൻഷാല്ലാ കിച്ചണൊക്കെ സെറ്റ് ആക്കിയിട്ട് ഫിറ്റായി കാണിച്ചു തരാം. പിന്നെ ഗ്രേറ്റിൻ്റെ ഒരു സ്റ്റാൻഡായിട്ട് വരുന്നത്. പിന്നെ ഒരു ഫ്ലവർ പോട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഫ്ലവർ പോട്ട് ഈ ഒരു പോട്ട് വാങ്ങിയിട്ട് ഇത് സെപ്പറേറ്റ് വാങ്ങുന്നതാണ്. ഇഷ്ടമുള്ള നമ്മൾ ഫ്ലവേഴ്സ് നോക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ വേറെ ഒരു ഫ്ലവർ പോട്ട് വാങ്ങിയിട്ടുണ്ട്. ഇത് ഷൂ റാക്കിൻ്റെ മേലെ വെക്കാൻ. അതിനുള്ളിലേക്കൊന്നുള്ള വാങ്ങിയിട്ടില്ല, അത് വാങ്ങാത്ര. പിന്നെ അതിനൊരു ചെറിയൊരു ഒന്നും കൂടി. ഇത് കിച്ചൺ ടവല് 4 ഒരുമിച്ച് വരുന്നത് 200 ആട്ടോ, 199. പിന്നെ ഉള്ളതാണ് ഈ ഒരു സാധനം, TV ബെഞ്ചിൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ഒരു സാധനമാണ്. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വെറുതെയും വെക്കാം, ഇല്ലെങ്കിൽ ഇതില്ലേ എന്താ പറയുക, ഫ്രാഗ്രൻസിൽ ഫ്ലവേഴ്സൊക്കെ വരുന്നില്ല, കുഞ്ഞു കുഞ്ഞു കളർഫുള്ള്, അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് വെക്കാനും പറ്റും. പിന്നെ ഒരു ഗ്രില്ല് ചെയ്യുന്ന ഒരു ഇതാണ് ആ സാധനം ഗ്രില്ല് ചെയ്യുന്നത്. ഇത് ഹാൻഡിൽ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ആക്കിയിട്ട് വെക്കാൻ പറ്റുന്നു, ഫോൾഡബിൾ. യൂസ് കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കും. നെക്സ്റ്റ് ഉള്ളത് ഒരു കേർട്ടനാണ്, ഒരു സിംഗിൾ കേർട്ടനായത്. പിന്നെ ഒരു ഒരു സ്റ്റൂൾ. ഇത് കിച്ചണിൽ വെക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. പിന്നെ ഗസ്റ്റ് വന്നാൽ എക്സ്ട്രാ കുറച്ച് ഗസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് നമ്മൾ ഹാളിലേക്ക് വേണ്ടി യൂസ് ആക്കുകയും ചെയ്യാം. അസിസ്റ്റൻറ്റ് ഹെൽപ്പറായിരുന്നു, ഹെൽപ്പാക്കില്ല കൊളാക്കില്ല തിരിക്കുന്നോക്ക്. റഫ്രാസ് ആരെ ഹെൽപ്പാക്കുന്നത്? പാപ്പാനെയാ? റഫ്രാസിനെ അറിയാം ഹെൽപ്പാക്കാൻ? ഉപ്പാപ്പനോട് ഹെൽപ്പാക്കലുണ്ടോ റഫ്രാസ്? ഉപ്പാപ്പൻ്റെ കൂടെ ഹെൽപ്പാക്കലുണ്ടോ? ഓ ഇഷ്ടമുള്ള സാധനം ടൂൾസ്. ഉപ്പാൻ്റെ കൂടെ തന്നെ പണി വീട്ടിലുണ്ടാകുമ്പോൾ ഹെൽപ്പാക്കി. ഉപ്പ എന്താക്കുന്ന അതേപോലെ നോക്കി ചെയ്യും. ഇരുന്നോക്ക്. നല്ല സ്റ്റൂളല്ല, നല്ല ക്വാളിറ്റി സാധനം. 349 ഇത് വേർത്താണ് കേട്ടോ. നല്ല കുറേ ബോക്സ് ഉണ്ട്, പല സൈസായിട്ടുള്ള. 5 ബോക്സ് അല്ലേ? 5 സ്റ്റോറേജ് ബോക്സ് ഉണ്ട്, എല്ലാത്തിനും ലിഡ് ഉണ്ട്. പിന്നെ ഇതൊരു ടിഷ്യൂ ആണ്, വൈറ്റിന് ഗോൾഡൻ കളറ് ഡോട്ട്സ് ഉള്ളത് ഞാൻ എടുത്തത്. ഞങ്ങൾ ടിഷ്യൂ ഹോൾഡർ ഇല്ലേ, അതിന് കുറച്ച് മാച്ചാക്കി എടുത്തതാണ്. പിന്നെ ഐക്യന്ന് വാങ്ങിയത് ഈ ഒരു അയേൺ സ്റ്റാൻഡാണ് വരുന്നത്. കൈ നോക്ക്, കൈ നോക്ക്. നേരായിനാ അതുണ്ടോ?
അപ്പോൾ ഇതാണ് ഞങ്ങൾ ഐക്യ ബ്ലോഗ്. ഞങ്ങൾ 2 പാട്ടാക്കി ഇടാൻ കാരണം വെച്ചാൽ കുറച്ച് ലെങ്ത് ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ ഒക്കെ ഒന്ന് പകുതി മുക്കാ സാധനങ്ങളും ഞങ്ങള് ഐക്യ തന്നെ പർച്ചേസ് ആക്കിയത്. കാരണം 2 കാരണമുണ്ട്. ഒന്ന് വെച്ചാൽ നല്ല അഫോർഡബിൾ റേറ്റ്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനം കിട്ടും. പിന്നെന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി സാധനമാണ്. അപ്പോൾ നമ്മളെ വീട്ടിലും കാര്യമൊക്കെ അന്ന് എടുക്കുന്നതുകൊണ്ട് ഗൾഫിൽ നിന്നൊക്കെ എടുക്കുന്നതുകൊണ്ട് നല്ല ക്വാളിറ്റി സാധനം കുറേ നാൾ നിൽക്കും കേട്ടോ, ഇയേഴ്സോളം നിൽക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങാം. ഇപ്പൊ നാട്ടിലോ നല്ല ഓഫർ ഉണ്ട്, MRP പ്രൈസിനായിട്ട് നല്ല പ്രൈസിൽ കിട്ടും. ഈ നാട്ടിൽ വീടെടുക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവിടെ ഫ്ലാറ്റ് സെറ്റിൽ ആവുന്ന ആൾക്കാരായിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഒക്കെ ഒന്ന് ബെസ്റ്റ് ഓപ്ഷൻ അയക്കാം. നേരെ അയക്കാൻ പോവാം, പർച്ചേസ് ചെയ്യുക. അയക്കാൻ പോയാൽ എന്തായാലും നിങ്ങൾ സാധനം എടുത്തിട്ടേ വരും. കാരണം അവ കണ്ടെടുത്ത് പോകും. അതിൻ്റെ കാണാനും നല്ല രസമാണ്, നല്ല ഒരു വെറൈറ്റി സാധനം കിട്ടും, നല്ല ക്യൂട്ടായിട്ടുള്ള സാധനം കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ബെസ്റ്റ് ഓപ്ഷൻ അയക്കുക തന്നെയാണ്. പിന്നെ ഹോം സാധനം ഉണ്ട്, അതുപോലെ തന്നെ ചീപ്പായിട്ട് ക്വാളിറ്റിയിലുള്ള ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നോക്കിയിട്ട് നല്ല റേറ്റിന് കിട്ടും കുറേ സാധനങ്ങൾ. പിന്നെ ഇപ്പോൾ ഓഫർ ഉണ്ടായതുകൊണ്ട് കുറച്ചും കൂടി നല്ല പ്രൈസിന് കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ളത് ഹോം സെൻ്ററാണ്. ഹോം സെൻ്റർ വെച്ചാൽ നല്ല സാധനം കിട്ടും, പക്ഷെ കുറച്ച് റേറ്റ് ഉണ്ട്. ഹോം സെൻ്ററിൽ എല്ലാ സാധനത്തിനും കുറച്ച് റേറ്റ് ഉണ്ട്, പക്ഷെ നല്ല സാധനം കേട്ടോ. നമ്മൾ കുറച്ചൊക്കെ സാധനം ഈ ഡിന്നർ സെറ്റ്, പിന്നെന്താ കുക്കിംഗ് വെയർ, അങ്ങനത്തെ ഒക്കെ നമ്മൾ ഹോം സെൻ്ററിൽ നിന്ന് എടുത്തത്. വേറെ എവിടെയും അങ്ങനത്തെ നല്ല കിട്ടിയിട്ടില്ല. അപ്പോൾ ഹോം സെൻ്ററിൽ നിന്ന് എടുത്തത് നല്ല സാധനം തന്നെയാണ്, പക്ഷെ കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഹോം സെൻ്ററിലാവുമ്പോൾ. പക്ഷെ അതിക്ക് കുറച്ചും കൂടി അഫോർഡ് ആവും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.